എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമുക്കൊരു ചില്ലി പ്രോൺസ് ആയാലോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ, ഇൻഡോ ചൈനീസ് സ്റ്റൈല് ചില്ലി പ്രോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രോൺസ് എടുക്കുമ്പോൾ അതിൻ്റെ തല നിങ്ങൾ കളയേണ്ട കേട്ടോ. ഇതിൻ്റെ തല കൊണ്ട് നമുക്ക് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാം എന്നുള്ളത് അതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ ചില്ലി പ്രോൺസ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് 1/2 കിലോ പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, ഇതിപ്പോൾ വലിയ പ്രോൺസ് ആയതുകൊണ്ട് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചോപ്പ് ചെയ്ത ഗാർലിക്, ജിഞ്ചർ, സെലറി, പിന്നെ ഡൈസ് ചെയ്ത ഒനിയൻ, പെപ്പർ, പിന്നെ ഒരു 5-6 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തത്, സ്ലൈസ് ചെയ്ത സ്പ്രിംഗ് ഒനിയൻ, പിന്നെ പ്ലെയിൻ ഫ്ലവർ, കോൺഫ്ലവർ, പിന്നെ ഡാർക്ക് സോയ സോസ്, ടൊമാറ്റോ കച്ചപ്പ്, വൈറ്റ് വിനെഗർ, പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയാൻഡർ ലീവ്സും, പെപ്പർ പൗഡർ, ഒരു മുട്ട വേണം, കുറച്ച് ചില്ലി പേസ്റ്റ്, പിന്നെ ഫ്രൈ ചെയ്യാനും കുക്ക് ചെയ്യാനുള്ള ഓയിലും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്യുക നന്നായിട്ട്. ഇനി നമ്മളൊരു പാൻ എടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിൽ ഓയിൽ ഒഴിക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ പ്രോൺസ് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്താൽ മതി, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത്. ഇനി ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് മതി. അതിനുശേഷം ആ പാനിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റാം. ഒരു 3 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചാൽ മതി. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സെലറിയൊക്കെ വന്നിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് ഒരു 10 സെക്കൻഡ് വഴറ്റാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി അറിയാത്തവർക്ക് എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ബീൻസ് ചില്ലി ഫ്രൈ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊരു 10 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സോസ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു നുള്ള് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇതിന് തിളച്ച് വരുമ്പോൾ, നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക്, ഈ സോസിലേക്ക് ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ഇടാം. അതിനുശേഷം കോൺഫ്ലവർ കലക്കി കുറച്ച് കോൺഫ്ലവർ ഒഴിച്ചത് തിക്കൻ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ടത് ഫിനിഷ് ചെയ്യാം.
അപ്പോൾ ഇത് ഞാൻ ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ചില്ലി പ്രോൺസ് റെഡി ആയിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ. ഇതിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം മാത്രമല്ല, നമുക്ക് പ്ലെയിൻ റൈസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പൊറോട്ട ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം അതിലിത് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.